തെരഞ്ഞെടുപ്പ് കേസിൽ ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് വിജയം സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. MLA എന്ന നിലയിൽ രാജയ്ക്ക് വലിയ ആശ്വാസം ആണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ലഭിച്ചിരിക്കുന്ന. MLA സ്ഥാനത്ത് തുടരാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. ജഡ്ജിമാരായ അമാനുള്ള, PK മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. ഷബ്ന സിയാദുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ഷബ്ന, രാജയ്ക്ക് ആശ്വാസം? ബിനിൽ, തീർച്ചയായും രാജയ്ക്കും CPM-നും വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ വിധി. ജഡ്ജിമാരായ അമാനുള്ള, PK മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇപ്പോൾ വിധി പറഞ്ഞത്. സംവരണ സീറ്റിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് 2023 മാർച്ച് 20-നായിരുന്നു ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയത്. നേരത്തെ സുപ്രീം കോടതി ഹൈക്കോടതി വിധിക്ക് ഇടക്കാല സ്റ്റേ നൽകിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗക്കാരായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തന്റെ പിതാവ് എന്ന് രാജ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. ഈ ജാതി പ്രശ്നവുമായി, അതായത് സംവരണ സീറ്റിൽ മത്സരിക്കാൻ രാജ യോഗ്യനല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് എതിർ സ്ഥാനാർത്ഥിയായ UDF-ലെ D. കുമാർ ആയിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് ശരിവെച്ചായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ക്രിസ്തു മതത്തിലേക്ക് മതം മാറി പട്ടികജാതി സംവരണത്തിന് അർഹതയില്ല എന്നതാണ് UDF സ്ഥാനാർത്ഥി ഉന്നയിച്ചിരുന്ന വാദം. ഇത് ഹൈക്കോടതി ശരിവെച്ചു. സുപ്രീം കോടതി ഇപ്പോൾ രാജയുടെ വാദമാണ് ശരിവെച്ചിട്ടുള്ളത്. തന്റെ മുത്തശ്ശി പുഷ്പം 1950 മുമ്പ് കേരളത്തിൽ എത്തിയതാണ് എന്ന് തെളിയിക്കാൻ രാജ ഹാജരാക്കിയ കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനിയുടെ രേഖയടക്കം പരിശോധിച്ചാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഏതായാലും രാജയെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി ഉത്തരവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായതിനെ തുടർന്ന് നിയമസഭയിലെ മറ്റ് വോട്ടിങ്ങോ അടക്കമുള്ള മറ്റ് നടപടികൾക്കൊന്നും തന്നെ അർഹനായിരുന്നില്ല. ഇപ്പോഴേതായാലും MLA ആയി തുടരാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്ത മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള യോഗ്യത ഇല്ലാതിരിക്കെയാണ് രാജ മത്സരിച്ച് വിജയിച്ചത് എന്നതായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. എന്നാൽ അത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. വ്യാജ ജാതി സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലാണ് രാജ മത്സരിച്ചത് എന്നതായിരുന്നു D. കുമാറിന്റെ ആരോപണം. അത് ഹൈക്കോടതി ശരിവെക്കുകയും സുപ്രീം കോടതി അത് തെറ്റാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ക്രൈസ്തവ സഭാംഗമായ ആന്റണിയുടെയും എസ്തറിന്റെയും മകനാണ് രാജയെന്നും ജ്ഞാനസ്നാനം ചെയ്ത ക്രൈസ്തവ സഭാംഗമാണ് എന്നതുമായിരുന്നു പരാതി. തമിഴ്നാട്ടിലെ ഹിന്ദു പറയൻ സമുദായത്തിൽപ്പെട്ടവരാണ് രാജയുടെ പൂർവികർ. ഇടുക്കിയിലെ കുണ്ടള എസ്റ്റേറ്റിലെ ജോലിക്ക് വേണ്ടിയാണ് ഇവർ കേരളത്തിലേക്ക് എത്തിയത്. കേരളത്തിൽ എന്ന പോലെ തമിഴ്നാട്ടിലെ ഹിന്ദു പറയർ സമുദായം പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണെന്നും ആ നിലയ്ക്ക് സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്നതുമായിരുന്നു രാജയുടെ വാദം. ഇതേതായാലും കോടതി ശരിവെച്ചിരിക്കുന്നു. രാജയ്ക്ക് MLA സ്ഥാനത്ത് തുടരാം എന്നതാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവിൽ വ്യക്തമാകുന്നത്. ഷബ്നാസി അത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വളരെ ആശ്വാസമാണ് രാജയെ സംബന്ധിച്ച് മാത്രമല്ല CPIM-നെ സംബന്ധിച്ച് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ തന്നെ വലിയ ആശ്വാസമാണ്. ഹൈക്കോടതി ഇപ്പോൾ 2023 മാർച്ച് 20-നാണ് ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയത്. ഒരു സംവരണ സീറ്റിൽ മത്സരിക്കുന്നതിന് രാജയ്ക്ക് അവകാശമില്ല എന്ന് കാട്ടിക്കൊണ്ടായിരുന്നു UDF സ്ഥാനാർത്ഥിയായിരുന്ന D. കുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഈ സുപ്രധാനമായ ഉത്തരവ് വന്നത്. പിന്നീട് രാജ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇടക്കാല സ്റ്റേ വാങ്ങി എടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ കേസിൽ വിശദമായ വാദഗതികൾ നടന്നത്. അതിനിടയിൽ ഈ വാദഗതിയിൽ പ്രധാനമായി D. കുമാർ ചൂണ്ടിക്കാട്ടിയത് ശബന നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഈ വിധത്തിൽ ഒരു കൺവേർഷൻ ഉൾപ്പെടെ നടന്നതുകൊണ്ട് തന്നെ അതിനു മുൻപ് കുടിയേറ്റത്തിൻ്റെ മാനദണ്ഡ അടിസ്ഥാനത്തിലും പട്ടികജാതി സംവരണവുമായി ബന്ധപ്പെട്ട സംവരണ സീറ്റിൽ മത്സരിക്കുന്നതിനുള്ള യോഗ്യതയില്ല, ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ലീഗലി വാലിഡ് അല്ല എന്ന വിധത്തിലൊരു വാദമുഖമായിരുന്നു ആ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹർജിക്കാരൻ. പക്ഷെ അതിനെതിരെ പ്രധാനമായും രാജ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന പ്രതിവാദങ്ങൾ ഈ വിധത്തിലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗത്തിലെ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തൻ്റെ പിതാവ് എന്നാണ് രാജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഈ ഹിന്ദു പറയർ വിഭാഗം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ തന്നെ ആദിവാസി ജനവിഭാഗത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഭാഗമായ സംവരണത്തിന് അർഹരായിട്ടുള്ള ആളുകളാണ് എന്നൊരു വാദമുഖം ഉയർത്തി. 1950 മുൻപ്
കേരളത്തിലെ മൂന്നാറിലേക്ക് കുടിയേറിയതിനാൽ തന്നെ സംവരണത്തിന് അർഹതയുണ്ട് എന്നുള്ളതായിരുന്നു രാജയുടെ മറ്റൊരു വാദമായി ചൂണ്ടിക്കാട്ടിയത്. രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ക്രിസ്തു മതത്തിലേക്ക് മതം മാറി ഒരു കൺവേർഷൻ നടത്തിയതിനാൽ പട്ടികജാതി സംവരണത്തിന് അർഹതയില്ല എന്നുള്ള മറുവാദം ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ ഹർജിക്കാരന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് ഇപ്പോൾ രാജയ്ക്ക് അനുകൂലമായി CPIM MLAക്ക് അനുകൂലമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഈ ഉത്തരവ് പ്രസ്താവിച്ചിട്ടുള്ളത് അമാനത്തുള്ള പി കെ മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇപ്പോൾ ഈ കേസിൽ വിധി പറയുകയും ചെയ്തിട്ടുള്ളത്. വളരെ ദീർഘമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്.